അപ്പോൾ നമ്മുടെ ഈ ഒരു വലിയ യാത്രയുണ്ട്, നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭയങ്കര തിരക്കുള്ള നമ്മുടെ പൂനെ റെയിൽവേ സ്റ്റേഷനിലാണ്. നല്ല തിരക്കാണ്. ഇന്ന് സാറ്റർഡേ ആണല്ലോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മൾ സ്ഥിരം പോകുന്ന നമ്മുടെ വണ്ടിയാണ് പൂർണ്ണ എക്സ്പ്രസ്. എൻ്റെ ഫേവററ്റ് വണ്ടികളൊരെണ്ണമാണ് പൂർണ്ണ എക്സ്പ്രസ്. ഇതിൽ യാത്ര ചെയ്യുന്നൊരു സുഖം വേറെ ഒരു വണ്ടിയിലും കിട്ടാറില്ല. ഒരു നല്ലൊരു വണ്ടിയാണ് പൂർണ്ണ എക്സ്പ്രസ്. നമ്മൾ മൺസൂണിൽ സ്ഥിരം ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പൂർണ്ണ എക്സ്പ്രസ് നമ്മുടെ കേരളത്തിലെ ഏക ഡീസൽ ലോക്കോ വെച്ച് ഓടുന്ന വണ്ടിയാണ്. അറിയോ, കേരളത്തിലേക്ക് സർവീസ് എടുത്തുന്ന ഡീസൽ ലോക്കോ വെച്ച് ഓടുന്ന ഏക വണ്ടി. വേറെ ഒരൊറ്റ വണ്ടി പോലും ഡീസൽ ലോക്കോ വെച്ച് കേരളത്തിൽ ഓടാറില്ല. ഈ ഒരൊറ്റ വണ്ടി മാത്രമുള്ള ഡീസൽ ലോക്കോ വെച്ചിട്ട് ഓടുന്ന ട്രെയിൻ വേറെ ഒരൊറ്റ വണ്ടി പോലും ഇല്ല. എറണാകുളം വേളാങ്കണ്ണിയൊക്കെ ഇലക്ട്രിക്കായി. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വണ്ടി ഡീസൽ ലോക്കോ വെച്ചിട്ടുള്ള നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലോക്കോ ആണെന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ റെഡി ആയി കിടപ്പുണ്ട്. പൂനെയുടെ ഒരു WDP-4D ആണ്. പക്ഷേ നമ്മുടെ വണ്ടിയുടെ റേക്ക് വന്നിട്ടില്ല. സമയം 10:15, 10:50 വണ്ടി വിടുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഇതായിരിക്കും നമ്മുടെ വണ്ടിയുടെ ലോക്കോ. പൂനെയുടെ WDP-4D ലോക്കോ ആണ് 40593. ഇപ്പോൾ ഈ ലോക്കോ ആയിരിക്കണം നമ്മുടെ വണ്ടീനെ എറണാകുളം വരെ നയിക്കുന്നത്. എന്തായാലും നോക്കാം. സാധാരണ ഇതുപോലെ ഞാൻ നേരത്തെ വന്നപ്പോഴും കഴിഞ്ഞാണ് വന്നപ്പോഴും ഇതേപോലെ പൂർണ്ണയുടെ ലോക്കോ ഇവിടെ വന്ന് കിടക്കുമായിരുന്നു. ലാസ്റ്റ് പൂർണ്ണയുടെ റേക്ക് വന്നിട്ട് ഈ ലോക്കോ കൊണ്ട് പിടിപ്പിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു പരിപാടി. പൂർണ്ണ എക്സ്പ്രസ് എപ്പോഴും വിടുന്നത് ഇവിടുന്ന് പ്ലാറ്റ്ഫോം നമ്പർ 1 കേട്ടോ. അപ്പോൾ 1 വണ്ടി വരുന്നത്. കാരണം ഈ 1 എടുത്താൽ നേരെ ഇതിന് മറ്റേ സാത്തര മിറാജിൽ അതിനെ കൂടെ കയറി പോവാം. പൂനെയുടെ ഒരു ആൽക്കോ ലോക്കോമോട്ടീവ് നമ്മുടെ പൂർണ്ണ എക്സ്പ്രസിൻ്റെ റേക്ക് കണ്ട് ഷണ്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. റേക്ക് തണ്ട് വരാൻ നേരത്ത് നമ്മുടെ ലോക്കോ WDP-4D തണ്ട് മുന്നോട്ട് വരുവാണ്. അപ്പോൾ റേക്ക് ഇവിടെ വന്ന് പാർക്ക് ചെയ്താൽ ലോക്കോ വന്ന് പിടിപ്പിക്കും. എല്ലാം വേം കേട്ടോ. എല്ലാം വേം ചടപടേന്നാണ്. ട്രൈ കളർ സ്ട്രൈപ്പൊക്കെ ഉള്ള ലോക്കോ ആണല്ലോ. അടിപൊളി ലോക്കോ ആണല്ലോ കേട്ടോ. പൂനെയുടെ WM-3D ലോക്കോ ഉണ്ടോ. ഇതാണ് നമ്മുടെ പൂർണ്ണ എക്സ്പ്രസിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇന്ന് രാവിലെ വന്ന നമ്മുടെ എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് ഇല്ലേ, ആ വണ്ടിയുടെ റേക്കാണ്. അതിവരെ മെയിൻ്റനൻസ് കഴിഞ്ഞിട്ടാണ് ഈ പൂർണ്ണയായിട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ പൂർണ്ണയുടെ വ്ളോഗൊക്കെ അന്ന് ചെയ്തായിരുന്നു. LHB ആയപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റൺ നമ്മൾ കവർ ചെയ്തായിരുന്നു. നല്ല കോച്ചുകളായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല കോച്ചുകളുടെ അവസ്ഥയൊക്കെ. കയറി നോക്കണം. അപ്പോൾ വണ്ടി കയറി നമ്മുടെ കോച്ച് ഇതാണ്. സെക്കൻഡ് AC ആണ്. ഞാൻ പൂർണ്ണയുടെ സെക്കൻഡ് ACയിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നമ്മുടെ സ്വന്തം സൈഡിൽ ഓവർ ബർത്ത് 23 നമ്മുടെ ബർത്ത്. എവിടെയാണ് ഇതാണെന്ന് തോന്നുന്നു 23. അല്ലല്ല, ഇതാണ് 23. സോറി ഇതാണ് 23. എന്തുവാണ് ഇത്? പില്ലോടൊക്കെ അവസ്ഥ ഉണ്ട് നമുക്ക്. അയ്യേ, ശോകം പില്ല കേട്ടോ. ബെഡ്ഷീറ്റ് സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഈ പൂനെ ഈ സെൻട്രൽ ജയിലൊക്കെ ബെഡ്ഷീറ്റ് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു കവറിലായിരുന്നു. നോക്കണ്ട, കൊള്ളാമല്ലേ കവർ. നമുക്ക് വേണം എടുത്തോണ്ട് പോകാം. പക്ഷേ ബെഡ്ഷീറ്റൊന്നും വലിയ സുഖമൊന്നുമില്ല കേട്ടോ. ഇത് മീറജ് വഴി പോകുന്നതുകൊണ്ടായതുകൊണ്ട് ഇതിന് ജനറലൊന്നും വലിയ തിരക്കൊന്നുമില്ല. ഇത് കേരളം എത്തുന്ന വരെ ഇതിൻ്റെ ജനറലിൽ തിരക്കില്ല. കേരളത്തിൽ കയറിയ ജനറൽ നല്ല തിരക്കാണ്. കാരണം ഇത് മൺഡേ വെളുപ്പിന് എറണാകുളം എത്തുന്നതുകൊണ്ട് നല്ല തിരക്കാണ് ജനറലിൽ. ലോക്കോ ഒക്കെ പിടിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ലോക്കോ തന്നെയാണ് 40593 പൂനെയുടെ WDP-4D. നമ്മുടെ കേരളത്തിലൂടെ ഓടുന്ന ആകെ ഒറ്റ ഒരു ഡീസൽ വണ്ടിയേ ഉള്ളൂ. അതാണ് നിങ്ങളീ കാണുന്നത്. ഇനി എത്ര നാൾ ഈ വണ്ടി ഈ ഡീസലും വെച്ച് ഓടുന്ന ഒരു പിടുത്തവുമില്ല. എന്തായാലും വളരെ കുറച്ച് മാസങ്ങളിലൂടെ കാണത്തുള്ളൂ. കാരണം ആ ദൂസാ റൂട്ട് ഇലക്ട്രിഫിക്കേഷൻ ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇലക്ട്രിക് ട്രെയിൻ ഓടി തുടങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയത്തില്ല കറക്റ്റ്. അപ്പോൾ എന്തായാലും ഈ പൂർണ്ണ എക്സ്പ്രസ്സിന് അവസാന ദിവസങ്ങളായിരിക്കും ഇത്. പൂർണ്ണ എക്സ്പ്രസ്സിന് ഡീസൽ ലോക്ക് വെച്ചുള്ള അവസാന ദിവസങ്ങൾ കേട്ടോ. പൂർണ്ണയുടെ അവസാന ദിവസങ്ങളല്ല. നമ്മുടെ ഈ ഒരു സൗത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദൂരം ഡീസൽ ലോക്കോ വെച്ച് സർവീസ് എടുത്തുന്ന ഒരു വണ്ടി കൂടാണ് ഈ ഒരു പൂർണ്ണ എക്സ്പ്രസ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഡീസൽ ലോക്കോ ആണ് പോരെ. പൂനെയുടെ ഡീസൽ ലോക്കോസ് അല്ല, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ലോക്കോസാണ്. WDP-4D ഒക്കെ നല്ല ലോക്കോസാണ്. ഇവരിപ്പോൾ കുറേ വണ്ടികൾക്ക് ഈ പൂനെ മുംബൈ സെറ്റിലോടുന്ന കുറേ വണ്ടികൾക്ക് ഇപ്പോൾ ഇവർ ഡീസൽ ലോക്കോ കൊടുക്കുന്നുണ്ട്. ഇവരുടെ ഈ ഉള്ള ലോക്കോസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കോച്ച് ആക്ച്വലി വെസ്റ്റേൺ റെയിൽവേയുടെ കോച്ചാണ്. 2024 ഉണ്ടാക്കിയ ഒരു വെസ്റ്റേൺ റെയിൽവേക്ക് അലോട്ട് ചെയ്തൊരു കോച്ചാണ് നമ്മുടെ A1. പൂർണ്ണ എക്സ്പ്രസ് അങ്ങനെ ഒരു 5 മിനിറ്റ് ലേറ്റായിട്ട് 10:55 പൂനെയിൽ നിന്നും യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന് അടുത്ത സ്റ്റോപ്പ് ഇനി 125 കിലോമീറ്റർ കഴിഞ്ഞിട്ട് സാത്തര എന്ന സ്റ്റേഷനിലാണ്. അതായത് രാത്രി 1:30. അത്രയും നേരം ഇത് നോൺ സ്റ്റോപ്പായിട്ട് ഓടും കേട്ടോ. ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. എനിക്ക് ഒട്ടും യാത്ര ചെയ്ത് മടുക്കാത്തൊരു വണ്ടിയാണ് ഈ പൂർണ്ണ എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഈ ഡീസൽ ലോക്കോ വെച്ച് പോകുന്ന വണ്ടിയിൽ രാത്രി യാത്ര ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക രസമാണ്. നല്ല വൈബാണ്.
തണുപ്പും കൂടെ ഉണ്ടോ ഒന്നും പറയേണ്ട ആവശ്യമില്ല, കിടിലമാണ്. പൂനെന്ന് കയറി ലോക്കോ പൈലറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ക്രൂ ഉണ്ടല്ലോ, അവരെ മിക്കവാറും മീറജ് ജംഗ്ഷൻ വരെ ആയിരിക്കും വർക്ക് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കയറുന്നവർ മിക്കവാറും ലോണ്ടയോ അവിടെയെല്ലാം വെച്ച് മാറുമായിരിക്കും. നെക്സ്റ്റ് ദിവസം രാവിലെ നമ്മൾ കണ്ട് ബലഗാവി ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ എപ്പോഴാണ് എണീക്കുന്നത്, ഇപ്പോൾ സമയം 6:30 ആവുന്നു. വണ്ടി പക്ക ഓൺ ടൈമാണ്. ബലഗാവിയിൽ കുറച്ച് നേരത്തെ ആയിരുന്നു വണ്ടി എത്തിയെന്ന് നോക്കിയപ്പോൾ. എല്ലായിടത്തും ഓൺ ടൈമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു റെയിൽവേ ഒരു റൂട്ടാണ് ഈ ഒരു ബലഗാവി ലോണ്ടയിൽ നിന്നും കാസർഗോഡ് വഴി ഗോവ പോലെ. നല്ല ഭംഗിയാണ്. ഇപ്പം സമ്മർ ആയതുകൊണ്ട് അത്ര പച്ചപ്പില്ലെങ്കിലും മൺസൂണിൽ ഒരു കൊടൂര ഭംഗിയെന്ന് വെച്ചാൽ കൊടൂര ഭംഗി, ഒരു രക്ഷയില്ല. നല്ല രസമാണ്. എപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ ഡ്രിസ്ലിംഗ് ഉണ്ടാവും. അതുകൊണ്ട് ഫുള്ള് നല്ല പച്ചപ്പും നല്ല രസമായിരിക്കും ഈ റൂട്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഭംഗി നമ്മുടെ പൂർണ്ണ എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് LSP റണ്ണിനെ എനിക്ക് കാണാൻ പറ്റി. നല്ല രസമായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കും. നല്ല രസമാണ്. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം റീലിലും ഉണ്ട് ആ ഒരു സംഭവം. നല്ല രസമാണ് ഈ ബലഗാവി ടു ലോണ്ട ആൻഡ് മഡ്ഗാവ് സെക്ഷൻ. ബലഗാവിനെ പിന്നെ നമ്മുടെ പൂർണ്ണയുടെ അടുത്ത സ്റ്റോപ്പ് ലോണ്ട ജംഗ്ഷനാണ്. അവിടെ നമുക്ക് ലോക്കോ റിവേഴ്സലൊക്കെ ഉണ്ട്. അപ്പോൾ ലോക്കോ റിവേഴ്സൽ കഴിഞ്ഞിട്ടാണ് നമ്മളിനി കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നത്, അതായത് നമ്മുടെ ദൂത് സാഗർ വെള്ളച്ചാട്ടം ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ ലോണ്ട ജംഗ്ഷനിൽ കുറച്ച് നേരത്തെ എത്തും കേട്ടോ, ഒരു 7:10 7:15 ആകുമ്പോൾ എത്തും. ഈ ലോണ്ടയിൽ എത്തുന്ന സമയം 7:58 രാവിലെ. നമ്മൾ അതിന് മുന്നേ എത്തും, കാരണം ഇത് ഒരുപാട് റണ്ണിങ് ടൈം അവിടെ കൊടുത്തിട്ടുണ്ട് ബലഗാവി ടു ലോണ്ട. ഇപ്പോൾ പോയത് ഹൂബ്ലി പൂനെ വന്ദേ ഭാരതാണ്. നല്ല സമയം എടുത്ത് പോകുന്നൊരു വണ്ടിയാണത്. കാരണം നമ്മൾ ഈ പോകുന്ന റൂട്ട് ഇവിടെ നിന്ന് ഹൂബ്ലി പൂനെ റൂട്ട് അത്യാവശ്യം വളവും തിരിവുകളുള്ള റൂട്ടാണ്. ഫുള്ള് ഗാർഡ് സെക്ഷനൊക്കെ ഉള്ള റൂട്ടാണ്. റൂട്ടിലെ ഏകദേശം ഫാസ്റ്റസ്റ്റ് വണ്ടിയാണെങ്കിലും നല്ല ടൈം എടുക്കും. നല്ല കിടില തണുപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ഭാഗത്ത് വരുമ്പോൾ തണുപ്പാണ്, ചൂടുള്ള സമയമാണെങ്കിലും രാത്രി നല്ല കിടിലം തണുപ്പാണ് കേട്ടോ. എനിക്ക് നല്ല രസമാണ് ഈ ഒരു റൂട്ടിൽ കൂടെ ഈ തണുപ്പടിച്ച് ഈ രാവിലെ യാത്ര ചെയ്യുമ്പോൾ, അത് ഈ പൂർണ്ണ എക്സ്പ്രസ്സിൽ. തണുപ്പ് കൂടിക്കൂടി വരുവാണല്ലോ ദൈവമേ. നല്ല തണുപ്പ്. ഇപ്പോൾ നമ്മൾ ബലഗാവിൽ നിന്ന് വിട്ടേപ്പിനുള്ള തണുപ്പല്ല, ഇപ്പോൾ നമ്മൾ ലോണ്ട എത്താറായപ്പോൾ തണുപ്പ് കൂടി, നല്ല തണുപ്പടിക്കുന്നു. ഇപ്പോൾ കാല് കൈയും എല്ലാം തണുക്കുന്നത്. അങ്ങനെ ഒരുപാട് നേരത്തെ ഞാൻ പറഞ്ഞ സമയമുണ്ടല്ലോ, 7:10 ആയപ്പോഴത്തേനും നമ്മൾ ലോണ്ട ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി 8 മണിക്കേ വണ്ടി വിടത്തുള്ളൂ. ഇവിടെ നമ്മുടെ വണ്ടിക്ക് ലോക്കോ റിവേഴ്സലുണ്ട്, കാരണം ഇവിടെ നേരെ പോയ ഹൂബ്ലി റൂട്ടാണ് പോകുന്നത്. നമുക്ക് വേണ്ട ഈ കാണുന്ന റൂട്ടുണ്ട്, താഴോട്ടുള്ള റൂട്ട്, അങ്ങോട്ടാണ് ഇപ്പോൾ പോകേണ്ടത്. അത് കാസർഗോഡ് ദൂത് സാഗർ വഴി മഡ്ഗാവിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ വേണ്ടി സ്റ്റേഷനിൽ ചെന്നിട്ട് ലോക്കൊക്കെ തിരിച്ച് അപ്പുറം സൈഡിൽ കൊണ്ട് പിടിപ്പിച്ച് നമ്മൾ വേണ്ട അങ്ങോട്ടേക്ക് പോകും. നമ്മളിപ്പം വണ്ടിയുടെ ഫ്രണ്ടിലാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇനി മഡ്ഗാവ് വരെ ബാക്കിലായിരിക്കും പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മൾ എറണാകുളം വരെ വീണ്ടും ഫ്രണ്ടിൽ. ഇതൊക്കെ എല്ലാം സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹൂബ്ലി ഡിവിഷനാണ് ഈ വരുന്നതെല്ലാം. ഈ ദൂത് സാഗർ വെള്ളച്ചാട്ടവും ഈ നമ്മൾ ഈ വന്ന വഴിയും ബലഗാവി മുതലുള്ള വഴി പിന്നെ അങ്ങോട്ടെല്ലാം അത് തന്നെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഹൂബ്ലി ഡിവിഷൻ. ഇവിടെ നമ്മളെന്തായാലും ഇനി ഒരു മണിക്കൂർ അടുപ്പിച്ചിടും, ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഇടും. കാരണം കഴിഞ്ഞ ആഴ്ചയൊക്കെ 8:30 ഇവിടെ നിന്ന് വിട്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലേ പോകുന്ന വണ്ടികളൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. കുറേ ഗുഡ്സൊക്കെ പോകുന്ന റൂട്ടാണ്, അറിയാമല്ലോ. ലോണ്ട ജംഗ്ഷനിൽ നമ്മൾ വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മിക്കവാറും ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മുടെ വണ്ടി കയറ്റുന്നത് കേട്ടോ. എന്നിട്ട് ലോക്കോ ഊരിയിട്ട് അപ്പുറം സൈഡിൽ കൂടെ കൊണ്ടുവന്നാണ് കുറേ പിടിപ്പിക്കണേ. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് ഓപ്ഷൻസൊക്കെ പുറത്തുനിന്ന് ഇവർ കൊണ്ടുവരും, ഇഡലി അത് ഇതൊക്കെ.
പിന്നെ ചായ സംഭവങ്ങളെല്ലാം കിട്ടും. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും കിട്ടത്തില്ല. ഇവിടെ നിന്ന് ഇനി മടുകാവ് എത്തുന്ന വരെ ഉച്ചയ്ക്ക് 12-12:30 വരെ ഒരു കുന്തവും കിട്ടത്തില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ച് വെക്കണം. പിന്നെ ഹൂബ്ലി ഭാഗത്ത് നമ്മുടെ നാട്ടിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് സൺഡേ ദിവസമാണെങ്കിൽ വെളുപ്പിനെ 3:40 ഒരു വണ്ടിയുണ്ട്, മറ്റേ ബലഗാവി സൂപ്പർ ഫാസ്റ്റ്. അതിന് കയറി ഇവിടെ ലോണ്ട ഇറങ്ങിയാൽ ഈ വണ്ടി കണക്ഷൻ കിട്ടും കേട്ടോ. സൺഡേ ആണെങ്കിൽ നമ്മുടെ പൂർണ്ണയുടെ ലോക്കോ ഉണ്ട്, പൂനെ WDP 4D ഉണ്ട്, ലോക്കോ റിവേഴ്സിലൊക്കെ അടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനി അപ്പുറത്തെ സൈഡിൽ കൊണ്ട് പിടിപ്പിക്കും. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള റൂട്ടാണ്, പീസ്ഫുള്ളായിട്ടുള്ള സ്റ്റേഷൻ. അങ്ങനെ അലമ്പോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ കൊങ്കൺ വഴി പോകുന്നതല്ല, ഒരു പ്രത്യേക രസമാണ് ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ. നമ്മുടെ കേരളത്തിലെ ഏക ഡീസൽ ട്രെയിൻ കൂടാണിത്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ എൻജോയിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എറണാകുളത്ത് നിന്ന് പൂനെ വരുന്ന പൂർണ്ണ എക്സ്പ്രസ് ആണ്. അതാകുമ്പം ഇത്ര തിരക്കില്ല. ഇതിനകത്ത് കുറച്ച് തിരക്കുണ്ട്, പക്ഷേ എറണാകുളത്ത് നിന്ന് പൂനെ വരുന്ന പൂർണ്ണ എക്സ്പ്രസ്സിൽ ഇത്രയും തിരക്കൊന്നുമില്ല, ഒന്നുകൂടെ പീസ്ഫുള്ളാണ്. ബലഗാവിൽ നിന്നും നമ്മൾ വിട്ടിട്ട് അതിൻ്റെ പുറകെ വിട്ട് മൈസൂർ പോകുന്ന വിശ്വമാനവ സൂപ്പർ ഫാസ്റ്റ് കണ്ട് ഇപ്പം ഇവിടെ വരുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിലാണ് അത് വരുന്നത് കേട്ടോ. ഇവരുടെ ഒരു ഭയങ്കര ഒരു ഡിമാൻഡുള്ളൊരു ഇൻ്റർസിറ്റി വണ്ടിയാണ്. നമ്മളവിടെ മറ്റേ ബംഗളൂരു എറണാകുളം ഇൻ്റർസിറ്റി ഇല്ലേ, അതേപോലത്തെ ഒരു അത്യാവശ്യം നല്ല സ്പീഡിലും അത്യാവശ്യം നല്ല ഡിമാൻഡൊക്കെ ഉള്ളൊരു വണ്ടിയാണിത്. ഒരു വണ്ടിയും കൂടി ഇപ്പോൾ വരിക, ബാംഗ്ലൂരിൽ നിന്ന് സാംഗ്ലി ഉണ്ടല്ലോ, മീറജ് കഴിഞ്ഞ് സാംഗ്ലി വരെ പോകുന്ന റാണി ചെന്നമ്മ എക്സ്പ്രസ് അത് കണ്ട് അപ്പുറത്ത് വരും. മറ്റേ വിശ്വമാനവ ഇവിടെ വരും. ഇവിടെ നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ് ഓൺ ടൈം 8 മണിക്ക് വിട്ടാൽ നമ്മളൊരു 1/4 മണിക്കൂർ നേരത്തെ കാസർഗോഡ് എത്തും. കാരണം 1.5 മണിക്കൂറാണ് ഇവിടെ നിന്ന് ലോണ്ട ടു കാസർഗോഡ് ടൈം കൊടുത്തേക്കണേ. അത്രയൊന്നും വേണ്ട. മിക്കവാറും അതുകൊണ്ട് ഒരു 8:30 സമയമാകുമ്പോഴേ വിടത്തുള്ളതെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടില്ല. കാരണം ഇതിന് മുമ്പും കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ ഒരു 8:15-8:30 ഈ വണ്ടി ഇവിടെ നിന്ന് എടുത്തത്. നമ്മളിവിടെ നിന്ന് കാസർഗോഡ് എത്തുമ്പോൾ നമുക്കൊരു ക്രോസിങ് കിട്ടും, വാസ്കോഡഗാമയിൽ നിന്ന് ഷാലിമാർ പോകുന്ന അമരാവതി എക്സ്പ്രസ്. അപ്പോൾ അത് ഇങ്ങനെ ദൂത്സാഗർ വഴി കയറി വന്ന് അവിടെ വന്നാലേ നമുക്കിനി തിരിച്ച് പോകാൻ പറ്റത്തില്ല, കാരണം അതിനിടയ്ക്ക് അവർ ക്രോസിങ് കൊടുക്കത്തില്ല. അപ്പോൾ ഈ അമരാവതി എക്സ്പ്രസ് ഈ കാസർഗോഡ് വന്നിട്ടേ നമ്മൾ തിരിച്ച് അങ്ങോട്ട് മടുകാവ് ഭാഗത്തേക്ക് പോകത്തുള്ളൂ. ഇത് ഞാൻ സ്ഥിരം പോയി മനസ്സിലാക്കിയ കാര്യം കേട്ടോ. 2 വണ്ടിയും കൂടെ ഒരുമിച്ച് വരുന്നുണ്ട്. ഇതാണ് മറ്റേ വിശ്വമാനവ എക്സ്പ്രസ് ബൽഗാവിയിൽ മൈസൂർ പോകുന്നത്. പുറത്തുണ്ടോ, ഇതാണ് മറ്റേ റാണി ചെന്നമ്മ എക്സ്പ്രസ് ബാംഗ്ലൂരിൽ നിന്നും സാംഗ്ലിക്ക് പോകുന്നത്. 2 കൂടെ ഇവിടെ ഒരുമിച്ചാണ് വന്ന് കയറുന്നത്. ഈ 2 വണ്ടിയും കൂടെ ഒരുമിച്ച് വന്ന് ഇവിടെ കയറി. ഇതാണ് നമ്മുടെ വിശ്വമാനവ എക്സ്പ്രസ്, നേരത്തെ വന്ന റാണി ചെന്നമ്മ എക്സ്പ്രസ്. എല്ലാത്തിനും നല്ല കിടിലം പേരാണ് കേട്ടോ. രാവിലെ കഴിക്കാൻ വേണ്ടി ഞാനൊരു ഇഡ്ഡലി വട മേടിച്ചോട്ട് ഇവിടെ സ്റ്റേഷനിൽ നിന്ന് തന്നെ. 2 വണ്ടിയും പോയി നമ്മളെ എതിരായിട്ട് വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഉടനെ ഒന്നും വിടത്തില്ല എന്ന് പറഞ്ഞില്ലേ. ഇതിനായിട്ട് നമ്മളൊരു ഗുഡ്സ് പോലും കണ്ടില്ല. സാധാരണ ഒരുപാട് ഗുഡ്സ് ഉള്ള റൂട്ടാണിത്. ഇത് ഒരു ഗുഡ്സ് പോലെ നമ്മളിന്ന് കണ്ടില്ല കേട്ടോ. ഫുള്ള് ഡ്രൈ. നമ്മളങ്ങനെ ലോണ്ട ജംഗ്ഷനിൽ നിന്നും എടുത്തിരിക്കുകയാണ് ഒരു 7 മിനിറ്റ് ലേറ്റ് ആയിട്ട്. ഇനി മുതലാണ് ആ ഒരു സീനിക് റൂട്ട് വരുന്നത്. പക്ഷേ ഗാർഡ് സെഷൻ തുടങ്ങുന്നത് കാസർഗോഡ് നിന്നാണ്. ഫുള്ള് വളവും തിരിയാണ് ഇനി മുതൽ അങ്ങോട്ട് കേട്ടോ. ഫുള്ള് വളവും തിരിവും നല്ല റൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. കാസർഗോഡ് വെച്ച് നമ്മുടെ വണ്ടിക്ക് ഇവർ ബ്രേക്കർ ലോക്കോസ് പിടിപ്പിക്കും. അതായത് മുന്നിൽ 2 ലോക്കോസ് അല്ലെങ്കിൽ 1 ലോക്കോ എല്ലാം പിടിപ്പിക്കും, ഇറങ്ങിപ്പോകാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി. കാരണം പിടിച്ചിറങ്ങാൻ വേണ്ടിയാണ് ഈ ബ്രേക്കർ ലോക്കോസ് ഉപയോഗിക്കുന്നത്. കാരണം കാസർഗോഡ് നിന്ന് അങ്ങോട്ട് ബ്രാഗൻസ ഗാർഡ് സെക്ഷനാണ്. അപ്പോൾ അത് താഴോട്ട് ഇറക്കമല്ല. അപ്പോൾ നമുക്കിങ്ങനെ പിടിച്ചിറങ്ങണം. മുകളിലോട്ട് കയറി വരുമ്പോഴാണ് ഈ പുറകിൽ ലോക്കോ പഠിപ്പിക്കുന്നത്, ബാങ്കർ ലോക്കോസ്.
നമ്മൾ ട്രെയിനിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്ന ഒരു രസം കാണത്തില്ല അല്ലേ? പക്ഷേ നമ്മൾ ഈ പൂർണ്ണ എക്സ്പ്രസ് പോലത്തെ ഇങ്ങനത്തെ വണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ഇതേപോലെ നല്ല രസമാണ്. മീൻസ് ഇടയ്ക്കിടയ്ക്ക് ലോക്കോ റിവേഴ്സിൽ, പിന്നെ ബ്രേക്കർ കൊണ്ട് പിടിപ്പിക്കുക, ബാങ്കർ കൊണ്ട് പിടിപ്പിക്കുക, വളവ് തിരിവും കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഗാർഡ് സെക്ഷൻ, അതൊക്കെയാണ് ഒരു ട്രെയിൻ യാത്ര ശരിക്കും ഒരു വ്യത്യസ്തമാക്കുന്നത്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു സ്ട്രെച്ച് ഉണ്ട് ഇവിടെ കണ്ടു. ഈ ഒരു പാടം കണ്ടോ? ഈ പാടം മഴയത്ത് ഒരു രക്ഷയില്ല, ഫുള്ള് വെള്ളം അതിനകത്ത്. ഞാൻ എപ്പോഴും കാണുന്നതാണ് ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഫുള്ള് വെള്ളമാണ്. ഇപ്പം ഇത് ഫുള്ള് ഉണങ്ങി കരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഇടയ്ക്ക് ചെറിയൊരു പച്ചപ്പുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഉണങ്ങി കരിഞ്ഞൊന്നുമില്ല ഇരിക്കുന്നത്. നമുക്ക് ഫുള്ള് എന്നാലത്തെ അത്യാവശ്യം പച്ചപ്പുണ്ട്. കാരണം നല്ല പൊങ്ങിയിരിക്കുന്ന ഏരിയയാണ്, നല്ല തണുപ്പുണ്ട്. അത്ര വെയിലെന്ന് പറയുന്നത് അത്രയ്ക്കൊന്നും ഇല്ല. ഇവിടെ ദുസ്കി ക്യാബിൻ്റെ എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് ഫുള്ള് സിംഗിൾ ലൈനാണ്. ഇവിടെ നിന്ന് ഇനി മംഗലാപുരം ജംഗ്ഷൻ എത്തുന്നവരെ ഫുൾ സിംഗിൾ ലൈനാണ്. അതിനിടയ്ക്കുണ്ട് കേട്ടോ, അതിനിടയ്ക്ക് സോറി പറയാൻ മറന്നു. അതിനിടയ്ക്ക് കുലമൊക്കെ കഴിഞ്ഞ ഒരു കലയിൽ നിന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് മടുക വരെ കുറച്ച് ഡബിൾ ലൈൻ ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും സിംഗിൾ ലൈൻ. ഫൈനലി വി ആർ എൻട്രിങ് കാസിൽ റോക്ക് കേട്ടോ. നമ്മൾ കാസിൽ റോക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരത്തെയാണ്, ഏകദേശം ഒരു എന്താ പറയുക 50 മിനിറ്റ് എങ്ങാണ്ട് അടുപ്പിച്ച് നേരത്തെ കേട്ടോ. നമ്മൾ 50 മിനിറ്റ് ബിഫോർ ടൈം ആയിരുന്നു ലോണ്ട് എത്തിയത്. ഇവിടെ നമ്മൾ എത്തുന്നത് 40 മിനിറ്റ് ബിഫോർ ടൈം ആകുമ്പോൾ. സാധാരണ ഇടയ്ക്കിടയ്ക്ക് ലേറ്റ് ആവുന്നതാണ് ഈ വണ്ടി. ഇന്ന് പക്ഷേ കറക്റ്റ് ഓൺ ടൈം ആയതുകൊണ്ട് എല്ലായിടത്തും നേരത്തെ എത്തുന്നുണ്ട്. പണ്ടൊക്കെ ഈ റൂട്ടിൽ കൂടെ പോകുന്ന ഗുഡ്സിനൊക്കെ എല്ലാം ഈ WDG4 ലോക്കോസ് ഒക്കെ ആയിരുന്നു. ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഇപ്പോൾ കൂടുതലും ഈ കാണുന്ന ഈ സാധനമാണ് WDG60, WDG4G ലോക്കോസ് ആണ് കുത്തിയിട കണ്ടോ. അപ്പോൾ ഇതാണ് ഈ റൂട്ടിൽ ഗുഡ്സ് കൊണ്ട് പോകുന്നത്. നല്ല പവറല്ല, അപ്പോൾ ഇത് മതിയല്ലോ സാധനം. നല്ല പവറും നല്ല പുതിയ പുതിയ കൺട്രോൾസും ആണ് അതിനകത്തുള്ളത്. അപ്പോൾ മറ്റേ DG4 പോലത്തെ അല്ല, ഫുള്ള് നല്ല മോഡേൺ കൺട്രോൾസും സംഭവങ്ങളൊക്കെ അല്ല. അപ്പോൾ ഇവർക്ക് വർക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. മറ്റേ അമരാവതി എക്സ്പ്രസ് ഒരു 9:15 കഴിയും കേട്ടോ. അത് ഈ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോമായിട്ടൊന്നും ഇല്ല. പിന്നെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം എന്നുകൊണ്ട് പറയാം, പക്ഷേ ഹൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. നമുക്കപ്പോൾ അതിൻ്റെ ബ്രേക്കർ ലോക്കോസ് ഏതാണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഒരു 1-2 കൊല്ലം മുമ്പ് വരെ ഈ ട്രെയിൻ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഇതേപോലെ ഭയങ്കര വഴുക്കലായിരുന്നു. മീൻസ് അത്ര ഡെവലപ്ഡ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല കട്ടയൊക്കെ ഇട്ട് ആ ഒരു തെന്നൽ വരാത്ത രീതിയിൽ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രേക്കർ ലോക്കോസ് ഒക്കെ പഠിപ്പിച്ചു. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇവിടെ ക്രൂ കയറുന്നുണ്ടോ. WDG4 ട്രിപ്ലറ്റ്സോ എന്തു പറയുന്നത്, 3 ലോക്കോ. അമ്മേ പൊളി പൊളി പൊളി. 3 WDG4 കൂപ്പിലിട പോലെ. എൻ്റെ ദൈവമേ, 3 എണ്ണം ട്രിപ്ലറ്റ് ലോക്കോസാണ് കേട്ടോ. 1, 2, 3. അടിപൊളി കേട്ടോ. ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് പൊളിച്ചു കേട്ടോ, അടിപൊളി കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സാധാരണ 1 അല്ല 2 ലോക്കോസൊക്കെയാണ് ഇവർ ബ്രേക്കർ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് 3 എണ്ണം ട്രിപ്ലറ്റ്. അപ്പം മൊത്തത്തിൽ 4 ലോക്കോ ആണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ളത്. 3 WDG4 ലോക്കോസും പിന്നെ നമ്മുടെ WDP4D ലോക്കോയും 4 ഓണാണ്. അപ്പോൾ ഈ ബ്രേക്കർ ലോക്കോയിൽ ഒരു ക്രൂ കാണും. പിന്നെ നമ്മുടെ ആ ഒരു WDP4Dയിൽ ഒരു ക്രൂ കാണും. 2 ക്രൂ കാണും. ഇവർ തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. എന്തല്ലേ അടിപൊളി. ഇതൊക്കെയാണ് ഒരു ട്രെയിൻ ജേർണീനെ വ്യത്യസ്തമാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ട്രെയിനിൽ കയറിയിട്ട് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങനത്തെ ഒരു ത്രില്ലിങ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഫാക്ടർ ഇല്ല.
പക്ഷെ ഇങ്ങനത്തെ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കിട്ടും, മനസ്സിലായോ? ഇതേപോലെ ലോക്കമൊക്കെ പിടിപ്പിക്കുക, ഊരുക, ഒരു സമയം പോക്കല്ലേ. ഇതിൽ ഈ മുന്നിലത്തെ നമ്മുടെ ഈ ലീഡിങ് ലോക്കോയുടെ ഫേസ് കുറച്ച് ചെളിയാണ്, അതുകൊണ്ട് കാണാനൊരു മെനയില്ല. പക്ഷേ ഇതിൽ പുറത്തെ 2 ലോക്കോസും കിട്ടില്ല സാധനമാണ്, കാണിച്ചു തരാം. ഇട്ടങ്ങ് പെരുപ്പിക്കുന്ന കേട്ടോ നോക്ക്. ആ മോനെ, ഈ ഒരു സൗണ്ടാണ് ശരിക്കും ഈ സാധനത്തിന്റെ കേൾക്കാൻ രസം കേട്ടോ. പൊളി പൊളി. ഈ WDG4 ലോക്കോസിൽ ചില WDP4 ലോക്കോസിലുണ്ട് കേട്ടോ ഈ ഒരു ക്യാബിൻ കണ്ടോ. ഇതിൻ്റെ ഈ ക്യാബിൻ കണ്ടോ, നമ്മൾ സാധാരണ ഈ WDG4 WDP4 4B ലോക്കോസിലൊക്കെ ക്യാബിനെക്കാട്ടും വ്യത്യാസമുള്ളൊരു ക്യാബിനാണ്. അതായത് ഈ ക്യാബിൻ്റെ ഒറിജിനൽ ക്യാബ് ഡിസൈൻ എന്ന് പറയും. അതായത് ആദ്യം ഇറങ്ങിയ EMD ലോക്കോസിലൊക്കെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാബിനാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു ട്രപ്പീസിയം ഷേപ്പ് പോലത്തെ ഒരു ക്യാബിൻ കണ്ടോ നിങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ഈ ക്യാബിൻ വരുന്ന ലോക്കോസിൻ്റെ ഒറിജിനൽ ക്യാബ് WDG4 എന്നാണ് ഞങ്ങൾ പറയുന്നത്, ഈ റെയിൽ ഫാൻസൊക്കെ. അപ്പോൾ ഇതാണ് സംഭവം. കാണാനൊരു പ്രത്യേക ഒരു ലുക്കാണ്, ഒരു ആംഗ്രി ലുക്ക് എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു സാധനമാണോ. നല്ല പവറുള്ള ലൈറ്റാണ് ഈ WDG4 എന്ന് പറയുന്നത്. ഇട്ടങ്ങ് വലിച്ചോളും, ഏത് വണ്ടി അതൊന്നും നോക്കത്തൊന്നുമില്ല, നല്ല വലിയമാണ് ഈ സാധനത്തിന് കേട്ടോ. രണ്ട് ക്രൂ ഇരിക്കുന്നതുണ്ടോ. നമ്മുടെ പൂനെ WDP4Dയിൽ ഒരു ക്രൂ ഇരിപ്പുണ്ട്, പിന്നെ അങ്ങ് ഏറ്റവും ഫ്രണ്ടിലത്തെ ലോക്കോയിൽ ഒരു ക്രൂ. അങ്ങനെ 2 ക്രൂ വെച്ചിട്ടാണ് ഈ വണ്ടി ഇവിടുന്ന് താഴെ കുലം വരെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്താ അല്ലേ. അമരാവതി എക്സ്പ്രസ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ പ്ലാറ്റ്ഫോമിൽ വരും. നമുക്കത് ഇവിടെ നിന്ന് എടുക്കാം, അല്ലെ AC പോയാൽ കിട്ടത്തില്ല, അത് വളവാണ്. ഇത് നമ്മുടെ അമരാവതി എക്സ്പ്രസ് കണ്ട് വരുന്നുണ്ട്. WDP4B ലോക്കോസാണ്. എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ കണ്ട പോലെ WDP4B ട്വിൻസ് ആവാനാണ് ചാൻസ്. നോക്കട്ടെ ഏതാന്നേ. നമ്മൾ ഇതിനു മുമ്പ് അമരാവതി എക്സ്പ്രസ് കണ്ടില്ലേ, അന്ന് കണ്ട അതേ സെയിം ലോക്കോസ് തന്നെയായിരുന്നു ഇപ്പോഴും. ആ WDP4B WDP4D കോമ്പിനേഷൻ പോരെ. എൻ്റെ ദൈവം, ഇത് ഗുണ്ടക്കലിന് കയറ്റിയിടുന്ന ലോക്കമാണ് കേട്ടോ. ഗുണ്ടക്കലിന് വാസ്കോ പോയിട്ട് തിരിച്ച് സെയിം വണ്ടിക്ക് തന്നെ ഗുണ്ടക്കൽ പോകും. WDP4B + 4D കോമ്പോ എന്ന് പറയുമ്പോൾ നല്ല പവറാണ്, നല്ല പവർ, നല്ല ആക്സലേഷനൊക്കെ കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ വിടും, ഒരു 2 മിനിറ്റിൽ നമ്മൾ വിടും. നിങ്ങൾക്ക് ദൂദ്സാഗർ ഫോൾസ് കാണണമെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് ഗോവ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിൽക്കണം. നിങ്ങൾ തിരിച്ച്, അതായത് ഗോവ ഭാഗത്തുനിന്ന് ഈ കാസർഗോഡ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിൽക്കണം. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, എല്ലാ വണ്ടിയും ഓൺ ടൈം, നമ്മൾ ഓൺ ടൈം, ഇത് ഓൺ ടൈം, എല്ലാം ഓൺ ടൈം. എനിക്ക് തോന്നുന്നു മൺസൂണിലാണെന്ന് തോന്നുന്നു ഈ വണ്ടികൾ ലേറ്റ് ആവുന്നത്. മൺസൂണിൽ എനിക്ക് തോന്നുന്നു ഇവർ ഈ സ്പീഡ് റെസ്ട്രിക്ഷൻ വെക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും ലേറ്റ് ആവുന്നത്. ഈ വണ്ടിക്ക് ബാങ്കറായിട്ട് വന്ന ലോക്കോസ് കാണിച്ചു തരാം. ബാങ്കറായിട്ടും ഇതേപോലെ WDP4B ഏതാണ് വന്നത് കാണിച്ചു തരാം. ഡീസൽ സൗണ്ടാണ് ഇവിടെ വന്നത്, ഫുൾ ഡീസൽ. എവിടെ നോക്കിയാലും ഡീസൽ. ഇതൊക്കെ എത്ര നാളെ ഉണ്ടാവുന്ന ആൾക്കറിയാം. ഇനി ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഇറങ്ങുവാണ് കേട്ടോ. ഇറക്കം കണ്ടോ നോക്ക്, നല്ല ഇറക്കമാണ്. ഇനി ഫുൾ ഇറക്കമാണ് അപ് ടു കുലം.
പണിയൊക്കെ നടക്കും. ഇത് കണ്ടോ, മണ്ണെടുത്ത് വീടായിരിക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഗോവ സംസ്ഥാനത്ത് കയറി കേട്ടോ. അവിടെ ഒരു ബോർഡ് ഉണ്ട്, കർണാടക സ്റ്റേറ്റ് ബോർഡർ എൻസ് എന്നും പറഞ്ഞുകൊണ്ട്. ഈ ദൂദ്സാഗർ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത് ഗോവ സ്റ്റേറ്റിലാണ്. മഴ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ പല മെയിൻ്റനൻസ് പണികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു JCB കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ വന്നല്ലേ, ഇത് ട്രാക്കിക്കോട്ട് ഓടിച്ചുകൊണ്ട് വന്നതായിരിക്കും. ഓ അടിപൊളി. കാരണം മഴ പെയ്യാൻ തുടങ്ങിയാൽ, മൺസൂൺ തുടങ്ങിയാൽ ഈ റൂട്ടിൽ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. എപ്പോഴും മണ്ണിടിഞ്ഞ് വീഴാറൊക്കെ ആയിട്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ ഭിത്തി കെട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഈ റൂട്ടിലെ പല ടണലുകളും ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ പുറത്ത് ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. 1904 ഉണ്ടാക്കിയ ടണലൊക്കെ. അത് ഈ ടണലുണ്ടല്ലോ 1904 ഉണ്ടാക്കിയ പോരെ. 100 വർഷത്തിൽ മുകളിൽ പഴക്കമുള്ള സാധനമൊക്കെ. നമുക്ക് ഇത്രയും വർഷം പഴക്കമുണ്ട് ഈ ലൈനൊക്കെ. പണ്ട് മുതലുള്ള ലൈനാ. ഈ ടണൽ പണിതിരിക്കുന്നത് കണ്ടാൽ അറിയാം. നോക്ക് എത്ര വർഷം പഴക്കമുള്ളതുകൊണ്ടോ നോക്കി. എന്താല്ലേ, നമ്മളിപ്പോൾ ദൂദ്സാഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൂദ്സാഗർ ഒരു സ്റ്റേഷനുണ്ട്, 2 പ്ലാറ്റ്ഫോം മാത്രമുള്ള ഒരു ക്രോസിംഗ് സ്റ്റേഷനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി ഒന്ന് നിർത്തും 2 മിനിറ്റ് നേരത്തേക്ക്. എന്താണെന്ന് ചോദിച്ചാൽ ബ്രേക്ക് ടെസ്റ്റ് ഉണ്ട്. കാരണം ഇറങ്ങിപ്പോവല്ല, അപ്പം ഇടയ്ക്ക് ബ്രേക്ക് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വണ്ടി ഒന്ന് നിർത്തും ഇവിടെ. ലൈൻ കമ്പി വലിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന്, ഇത് മറ്റേ ജമ്മു കാശ്മീരിൽ ഇവർ ലൈൻ കമ്പി വലിച്ചിട്ടില്ല, അതേപോലത്തെ സംഭവമാണ്. കണ്ടോ, ഒറ്റ ഒരു ലൈൻ കണ്ടില്ലേ, അതാണ് ഈ ഗാർഡ് സെക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പാണ്. നമുക്ക് ഇങ്ങനെയാണ് ഇവിടെ OH വലിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഒന്ന് ചവിട്ടിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എടുക്കും കേട്ടോ, ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് അപ്പം തന്നെ എടുക്കും. ഇതാണ് നമ്മുടെ ദൂദ്സാഗർ സ്റ്റേഷൻ. ഫുള്ള് മറ്റേ ചീവീടിൻ്റെ അതിൻ്റെയൊക്കെ സൗണ്ടാണ് കേട്ടോ. ഫുള്ള് വനമാണ് കേട്ടോ, പക്ക വനമാണ്. ഈ വനത്തിനൊരു പേര് പറയും, എന്തോ ഒരു എന്തോ ഒരു പേര് പറയുന്നത് കേട്ടോ. ഈ വായുടെ തുമ്പത്തുണ്ട് അതിൻ്റെ പേര്. ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതാണ് ഈ ഒരു കാടിൻ്റെ പേര് കേട്ടോ. ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഗോവയിലാണിത്. ഒന്ന് നിർത്തി അപ്പം തന്നെ എടുത്തോ. ഇനി നമുക്ക് നമ്മുടെ ദൂദ്സാഗർ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. സമ്മറിൽ ദൂദ്സാഗർ വെള്ളച്ചാട്ടം എങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ ഇന്നോവ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടോ തോന്നുന്നു സമ്മറിൽ. വെള്ളം ഉണ്ടാകും, പക്ഷെ അധികം ഒന്നും കാണത്തൊന്നുമില്ല. നമ്മൾ മൺസൂൺ കാണുന്ന പോലെ അതിൻ്റെ പകുതി പോലും കാണത്തില്ല. തീരെ വെള്ളമില്ലായിരുന്നു, തീരെ ഒട്ടും വെള്ളമില്ലായിരുന്നു അറിയോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്താണ് മൺസൂൺ വരുമ്പോൾ നിങ്ങൾ കണ്ടോണ്ട് എങ്ങനെ ഉണ്ടെന്നേ ഞാൻ ഒരു കമ്പാരിസൺ വീഡിയോ എടുക്കാം അതിൻ്റെ. കുലം എത്തുന്നതിന് മുമ്പ് സൊനോളി എന്നുള്ള സ്റ്റേഷൻ ഉണ്ട്. അവിടെ കൊണ്ട് പിടിച്ചിട്ട് മിക്കവാറും ക്രോസിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഗുഡ്സ് വല്ലതും വരാനുണ്ടാവും. ക്രോസിംഗ് ഒന്നും അല്ല കേട്ടോ, എന്തിനു വേണ്ടി ഒരു 10 മിനിറ്റ് ഇവിടെ ലൂപ്പ് ട്രാക്കി പിടിച്ചിട്ടാണ് ഇപ്പോൾ എടുക്കുക കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ഒരു 10 മിനിറ്റ് വെറുതെ ഇവിടെ കൊണ്ട് പിടിച്ചിട്ട്. ചിലപ്പോൾ മുന്നിലേതെങ്കിലും ഗുഡ്സോ എന്തെങ്കിലും കാണുമായിരിക്കും, അതാണ്ടായിരിക്കും. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും കുലം എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തും. അവിടെ നമ്മുടെ നേരത്തെ കണ്ട ആ ബ്രേക്കർ ലോക്കോസ് ഇവരെടുത്ത് മാറ്റും. എന്നിട്ട് ആ WD-40 വെച്ച് മാത്രമായിരിക്കും പോകുന്നത് അങ്ങോട്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി, രാത്രി ഉറക്കം റെഡിയില്ലായിരുന്നു, ഉറങ്ങിപ്പോയപ്പോഴേക്കും നമ്മൾ കുലം കഴിഞ്ഞ് നമ്മൾ കുടിച്ചടയിൽ എന്നൊരു സ്റ്റേഷനിൽ കണ്ട് എത്തി കേട്ടോ. സൻവേർഡം ചർച്ച് എന്ന് പറഞ്ഞ സ്റ്റേഷൻ, അതാണിത്. നമ്മളിവിടെ നിന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ, നമ്മളിനി മടുകാവ് എത്തും. ഇന്നെന്തായാലും പൂർണ്ണ നല്ല ഓൺ ടൈമാണ്. സാധാരണ മടുകാവ് എത്തുമ്പോൾ ചിലപ്പോൾ ഒക്കെ ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ മടുകാവ് ഒരു 1/4 മണിക്കൂർ നേരത്തെ നമ്മൾ കയറും കേട്ടോ. അതുപോലത്തെ പോക്കാണ് ഇന്ന് പോകുന്നത്. ഒരു വണ്ടി പാരലായിട്ട് മടുകാവ് കയറുന്നുണ്ടോ. ഇത് ഏത് വണ്ടിയാണ്? ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ഗംഗാനഗർ എക്സ്പ്രസ് ആണോ എന്നൊരു സംശയമുണ്ട്. ഒരു വണ്ടി പാരലായിട്ട് മടുകാവ് കയറി. അത് തന്നെ ഗംഗാനഗർ എക്സ്പ്രസ്. അതിൻ്റെ ബോർഡ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത് 1.5 മണിക്കൂർ ലേറ്റാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയേ, നമ്മുടെ ഈ പൂർണ്ണ എക്സ്പ്രസ് ഏപ്രിൽ 27 മുതൽ, ഏപ്രിൽ 27-ാം തീയതി എറണാകുളത്ത് നിന്ന് വിടുന്ന പൂർണ്ണ എക്സ്പ്രസ് മുതൽ ജൂൺ 6-ന് പൂനെ നിന്ന് വിടുന്ന പൂർണ്ണ എക്സ്പ്രസ് വരെ, അത്രയും സർവീസ് വരെ ഈ ദൂദ്സാഗർ വഴി ഓപ്പറേറ്റ് ചെയ്യത്തില്ല.
ദൂദ്സാരി ഘാട്ട് സെക്ഷൻ കൂടെ വരത്തില്ല. അതായത് പൂനെന്ന് സാത്തര, ബൽഗാവി, ലോണ്ട ഈ വഴി വരത്തില്ല. പൂനെന്ന് നേരെ പൻവേൽ വഴി കൊങ്കം വഴി ഈ വണ്ടി വരത്തുള്ളൂ. അപ്പോൾ കൊങ്കം വഴി ഈ വണ്ടി ഡൈവേർട്ടഡ് ആണ്. അതായത് നമ്മുടെ പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് വരുന്ന പോലെ തന്നെ. അപ്പോൾ ഏപ്രിൽ 27 എറണാകുളത്ത് നിന്ന് വിടുന്ന പൂർണ്ണ മുതൽ ജൂൺ 6 പൂനെയിൽ നിന്ന് വിടുന്ന പൂർണ്ണ വരെ ഇത്രയും സർവീസ് ഏകദേശം 1 മാസത്തോളം ഉണ്ട്. ഡൈവേർട്ടഡ് ആണ്, കൊങ്കം വഴിയേ വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഒരു 10-20 മിനിറ്റാണ് ഈ നമ്മുടെ വണ്ടി ഇവിടെ ഔട്ടറിൽ കൊണ്ടിട്ടത്. അതവിടെ സ്റ്റേഷനിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇപ്പോൾ ഉണ്ട്, പ്രണവ് എന്ന് പറഞ്ഞ്, അവനിവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവൻ പറയുമായിരുന്നു പ്ലാറ്റ്ഫോം 2 ആണ് അവർ മാറ്റിയെന്ന്. ആദ്യം 3 അനൗൺസ് ചെയ്തിട്ട് പിന്നെ 1 അനൗൺസ് ചെയ്തു, പിന്നെ 2 അനൗൺസ് ചെയ്യുന്നു പോലെ. കാരണം 2 ഗംഗാനഗർ എക്സ്പ്രസ് നേരത്തെ പോയി കിടപ്പുണ്ടായിരുന്നു, 1 കൊങ്കൺ കന്യയുടെ MT റേക്ക്, 3 ഒന്നുമില്ലായിരുന്നു. എന്നാൽ പിന്നെ അവർക്ക് 3 കയറ്റില്ലായിരുന്നു, എനിക്കറിയില്ല എന്താ പറഞ്ഞത്. എന്നിട്ട് ഇപ്പം 1 മാറ്റിയിട്ട് ഇപ്പോൾ 2 വീണ്ടും അനൗൺസ് ചെയ്യുന്നു. ആ 2 അനൗൺസ് ചെയ്തപ്പോഴാണ് ഇപ്പോൾ വണ്ടി എടുത്തത് പോരെ. എന്തൊക്കെയാണ്, ഒരു സ്ഥിരതയില്ല ആർക്കും. നമ്മളങ്ങനെ അരമണിക്കൂർ ബിഫോർ ടൈം, എല്ലായിടത്തും എത്തുന്ന സാധനം ബിഫോർ ടൈമാണ്. ഇനി കൊങ്കണിൽ ഇനി അങ്ങോട്ട് മംഗലാപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല. നമ്മളിവിടെ മഡ്ഗാവ് കയറുകയാണ്. ഇത് മറ്റേ കാർവാർ, മറ്റേ പഞ്ചഗംഗ എക്സ്പ്രസിൻ്റെ ലോക്കമാണ്, അതുകൊണ്ട് റിവേഴ്സ് അടിക്കാൻ പോകാം കേട്ടോ. കാർവാർ ബംഗളൂരു പഞ്ചഗംഗ, അത് മറ്റേ കാർവാർ മഡ്ഗാവ് പാസഞ്ചറായിട്ട് ഇവിടെ വന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ മഡ്ഗാവ് ജംഗ്ഷനിൽ നമ്മൾ വന്ന് കയറി. 12 ഇപ്പം 25 ആവുന്നേ ഉള്ളൂ. ഇനി 1:10 ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നത് കേട്ടോ. ഇത്രയും നേരം ഇവിടെ കിടക്കും. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനിവിടെ മുത്തൂറ്റിൽ വർക്ക് ചെയ്യുകയാണ്, ഞങ്ങൾ കോളേജിൽ പഠിച്ച ആൾ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പ്രണവ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്. എങ്ങനെയുണ്ട് ഗോവ ജീവിതമൊക്കെ? എനിക്ക് മൈക്ക് വരണം, മൈക്ക് വെച്ചിടം കിട്ടുന്ന പറയൂ സാർ. സുഖ നല്ല രസമാണ്. ഇപ്പൊ എന്താ ഇങ്ങനെ ബീച്ചൊക്കെ ഇറങ്ങി ഇപ്പം 2-3 ദിവസം അവധിയല്ലേ, ബീച്ചിലാണല്ലേ ഒരു രസമൊക്കെ വൈമടിച്ച് ഇത് കാണാൻ. അപ്പൊ അവനിവിടെ ആണ് ഇപ്പം. എത്ര മാസമായി ഇപ്പോ? 5 മാസമാവുന്നു അവനിവിടെ ജോലി കിട്ടിയ. ഗോവയിലെ ജോലി കിട്ടി വരെ. നല്ല സ്ഥലം, എക്സ്പീരിയൻസ് കിട്ടും ഗോവയിലൊക്കെ ജോലി കിട്ടിയുള്ള. അല്ലല്ലേ, അടിപൊളി. കൊള്ളാം. നമ്മുടെ ലോക്കോ തേണ്ട അവര് തിരിച്ചോണ്ട് കൊണ്ടിടുന്നുണ്ട്. അത് എണ്ണ അടിക്കുമായിരുന്നു തോന്നുന്നു അങ്ങ്. അപ്പൊ എണ്ണ അടിച്ചിട്ടാണ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലോക്കോ റിവേഴ്സിലൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. ലോക്കോ അങ്ങ് പോയിട്ട് സ്വിച്ച് ചെയ്ത് കണ്ട് ഇപ്പം തിരിച്ചായിട്ട് പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്രൂ ആണ് ഈ കയറുന്നത്. അപ്പോൾ അവർ മംഗലാപുരം വരെ വർക്ക് ചെയ്യും. ഇപ്പോൾ ലോക്കോ പിടിപ്പിക്കാൻ പോകാം. ലോക്കോ പിടിപ്പിക്കാൻ വേണ്ടി അവിടെ കുറേ പേരുണ്ട് കാണാൻ വേണ്ടി. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല ലോക്കോ അപ്ലൈ ചെയ്യുന്നതിൻ്റെ. നമ്മുടെ വണ്ടിയുടെ ലോക്കോ റിവേഴ്സിലൊക്കെ കഴിഞ്ഞ് കൊണ്ട് വീണ്ടും പിടിപ്പിച്ചിട്ടുണ്ട്. 2ാമത്തെ ലോക്കോ റിവേഴ്സിലാണ് നമ്മുടെ വണ്ടിയുടെ. പൂനെ WDP40 അവർ വണ്ടി എരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൂ ഒക്കെ കയറി റെഡി ആയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ വിടും. ഇപ്പോൾ സമയം 1:42. ഇത്രയും നേരം വണ്ടി വിട്ടില്ല. ഈ ഒരു വണ്ടി കൂടെ വന്നിട്ട് ഇനി ഇപ്പോൾ നമ്മൾ വിടത്തുള്ളൂ. ഇത് കണ്ട് നമ്മുടെ മംഗലാപുരം മഡ്ഗാവ് പാസഞ്ചറാണ്. അപ്പോൾ ഇത് വരാൻ വേണ്ടി ഒരു 10-20 മിനിറ്റ് വീണ്ടും പിടിച്ചിട്ടു. 1:10 നമ്മൾ എടുക്കേണ്ടത്. അരമണിക്കൂറിൽ കൊല്ലപ്പെട്ടില്ലേ അറിയോ. 36 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ് ഇങ്ങനെ മഡ്ഗാവിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1:46. എപ്പോഴും ഉള്ള പരിപാടി ഇത്. ഈ വണ്ടി ഇവിടെ നിന്ന് വന്നാൽ പിന്നെ ഒരു 1/4 മണിക്കൂറൂടെ കിടക്കും. മീൻസ് സമയം കഴിഞ്ഞാലും ഒരു 1/4 മണിക്കൂർ കിടക്കും. അതാണ് പ്രശ്നം. ട്രെയിനിൽ നിന്ന് വാങ്ങിച്ചില്ല ഭക്ഷണം, പുറത്തുനിന്ന് വാങ്ങിച്ചു. ട്രെയിനിൽ പൂർണ്ണയിലെ ഫുഡ് അത്ര വലിയ ഗുണമില്ല കേട്ടോ. പുറത്തുനിന്ന് ഇവിടുന്ന് ബിരിയാണി മേടിച്ചപ്പോൾ നല്ല കളർഫുൾ ബിരിയാണി നോക്കി, എല്ലാ കളറും ഉണ്ട് ഇതിനകത്ത്. ഈ പൂർണ്ണ എക്സ്പ്രസിൻ്റെ ഈ ടൈം സ്ലോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ക്രോസിംഗ് വളരെ കുറവാണ്. അങ്ങോട്ടൊക്കെ മംഗലാപുരമൊക്കെ അടുക്കാറാകുമ്പോഴേ ക്രോസിംഗ് കിട്ടത്തുള്ളൂ. അല്ല പിന്നെ എന്തെങ്കിലും ഗുഡ്സൊക്കെ വന്ന് പണിയെന്നാലേ ഉള്ളൂ. അപ്പോൾ ഈ ഗുഡ്സ് ഒന്നും പണിയൊന്നുമില്ലെങ്കിൽ അങ്ങ് വിട്ടടിച്ച് പൊക്കോളും. കാരണം നല്ല
ഫ്രീ റണ്ണാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്താണ് ഈ പൂർണ്ണ മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രോസിങ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. എന്നാലും വല്ല ഗുഡ്സ് ഉണ്ടെങ്കിൽ പണി കിട്ടും. നമ്മൾ കാർവാർ എത്തിയിരിക്കുന്ന ഒരു 37 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഈ ഒരു ഡിലേ ആയിരിക്കും മംഗലാപുരം വരെ ഈ വണ്ടി പോകുന്നത്. കാരണം അതിനിടയ്ക്ക് സ്ലാക്ക് ടൈം ഒന്നുമില്ല. മംഗലാപുരത്ത് സ്ലാക്ക് ടൈം ഉണ്ട്. അപ്പോൾ അവിടെ ആകുമ്പോഴേ ഡിലേ ഒന്ന് കുറയത്തുള്ളൂ. നല്ല പൊരിഞ്ഞ വെയിലാണ്. ഇവിടെ ഇപ്പോൾ ക്രോസിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടി വന്നിട്ട് ഒരു 5 മിനിറ്റ് ആവാറായി വിട്ടിട്ടില്ല ഇതുവരെയായിട്ടും. ക്രോസിങ്ങിന് മിക്കവാറും അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിരിക്കും കയറ്റുന്നത്. കാരണം ഇവിടെ മെയിൻ ലൈനിൽ തന്നെ ഒരു BCN കുച്ച് കിടപ്പുണ്ട്. പിന്നെ നമ്മളിവിടെ കിടപ്പുണ്ട്. അപ്പോൾ അപ്പുറത്തെ ലൈൻ മാത്രമേ ഫ്രീ ഉള്ളൂ. അപ്പുറത്തെ വണ്ടി ഒന്നും കാണാൻ പറ്റത്തില്ല. വണ്ടി വരേണ്ടതുകൊണ്ട് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഗുഡ്സാണ്. അതാണ് ഉരുണ്ടാണ് വരുന്നത്. ഒരു ജീനയം വെച്ചിട്ട് ഏതാ സാധനം, ബോക്സനാണോ അതോ എന്തോ സാധനം എന്ന് മനസ്സിലായി. ബോക്സനാണെന്ന് തോന്നുന്നു കേട്ടോ. ഉരുണ്ട് പയ്യാണ് വരുന്നത്. നോക്ക്, അതിനി ഉരുണ്ട് മൊത്തം കയറി ഈ ലൂപ്പ് ലൈനിൽ മൊത്തം കയറിയിട്ടായിരിക്കും നമ്മളിങ്ങനെ എടുക്കുന്നത്. ലൂപ്പ് കയറുന്നുണ്ടത്. അപ്പോൾ ലൂപ്പ് കയറിയിട്ട് നമ്മൾ വിടത്തുള്ളൂ. നമ്മളിനി മിക്കവാറും ഒരു 1 മണിക്കൂർ ഡിലേ ആയി കാണും ഇപ്പം തന്നെ. ഞാൻ ഇതിനു മുമ്പ് ഈ വണ്ടിയിൽ ഇതേപോലെ പൂനെ എന്ന് എറണാകുളം യാത്ര ചെയ്തപ്പോഴും ഇതിനു മുമ്പ് കുറേ ഇതിൻ്റെ റണ്ണിങ് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയപ്പോഴും ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ മഡ്ഗാവ് വരെ ഓൺ ടൈം വരും. അവിടെ നിന്ന് മംഗലാപുരം വരെ ഇടയ്ക്ക് ഡിലേ ആവും. മംഗലാപുരം ഓൺ ടൈം വരും. അവിടെ നിന്ന് പിന്നെ ഫുൾ ഡിലേ ആണ്. കേരളത്തിൽ കയറുമ്പോൾ ഫുൾ ഡിലേ ആണ്, ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ. പക്ഷേ എറണാകുളം ജംഗ്ഷൻ ഓൺ ടൈം അത് സ്ഥിരം പരിപാടിയാണ്. ഞാൻ കുറേ നാളുടെ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. കേരളത്തിൽ എത്തുമ്പോൾ ഫുൾ ഡിലേ ആണ്. അങ്ങനെ ഓൺ ടൈം ആവാറില്ല. വളരെ ചുരുക്കം അങ്ങനെ ഓൺ ടൈം ആവാറുള്ളൂ. പൂർണ്ണയ്ക്ക് ഇവിടെ ഗോകർണ റോഡിൽ സ്റ്റോപ്പുണ്ട്. ഗോകർണ റോഡ്, പിന്നെ മുരുടേശ്വർ, കുംത, അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ഇതിന് സ്റ്റോപ്പുണ്ട് ഈ മഡ്ഗാവ് മംഗലാപുരം സെക്ടറിൽ. ക്രോസിങ്ങിൻ്റെ കൊങ്കൺ റെയിൽവേ തന്നെ ഇത് എങ്ങും പിടിച്ചിട്ടില്ല ഇതിനായിട്ട്. എന്തായാലും കൊള്ളാം കേട്ടോ. നമ്മൾ ഭട്കലായി. ഭട്കൽ
ഇനി ഇപ്പം അടുത്ത് മൂകാംബിക റോഡ്, പിന്നെ ഉടുപ്പി അങ്ങനെ കിടക്കുകയാണ്. ലോക്കോ ഇങ്ങനെ ആക്സിലേറ്റ് ചെയ്യുമ്പോൾ ഊന്ന് പറഞ്ഞാൽ ഹമ്മിങ് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഗൂസ്ബംസ് വരാണ്. ആ സ്പീഡ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പോക്ക്. ക്രോസിങ്ങിന് പിടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നാക്കെടുത്ത് വായിട്ടതേ ഉള്ളൂ. നമ്മളെ ക്രോസിങ്ങിന് പിടിച്ചിരിക്കുകയാണ്. ഈ സ്റ്റേഷൻ ശിരൂർ സ്റ്റേഷനാണ്, മൂകാംബിക റോഡിന് മുമ്പുള്ള സ്റ്റേഷനാണ്. അപ്പോൾ നമ്മുടെ മംഗളൂരു ജംഗ്ഷൻ മുംബൈ CSMT സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വരുന്നുണ്ട്. അത് ഇപ്പം മൂകാംബിക റോഡ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ അത് വരും. ക്രോസിംഗ് വരികയാണ് കേസ്. നമ്മളിവിടെ ബിജൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഒതുക്കുകയാണ്. മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്, മംഗളൂരിൽ നിന്നും മുംബൈ പോകുന്നത്. അപ്പോൾ അത് വന്നിട്ടേ ഇനി പോകത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ പൂർണ്ണയ്ക്ക് ക്രോസിംഗ് ഒന്നുമില്ല, എക്സെപ്റ്റ് എന്തെങ്കിലും ഫ്ലൈറ്റ് വന്നാലേ ഉള്ളൂ. ഇനിയിപ്പോൾ ക്രോസിംഗ് ഒന്നുമില്ല കേട്ടോ. ഇനിയിപ്പം ഫുൾ ക്ലിയർ അപ് ടു മംഗലാപുരം. പൂർണ്ണ എക്സ്പ്രസ് ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ ലേറ്റായിട്ട് ഓടുകയാണ്. ഉടുപ്പിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 6:20 ആകുന്നു. 7:20 ഇത് മംഗലാപുരം ജംഗ്ഷനിലെ ടൈം. അപ്പോൾ അവിടെ എന്തായാലും മംഗലാപുരത്ത് എന്തായാലും ഓൺ ടൈം അല്ലെങ്കിൽ അതിന് മുന്നേ എത്തും കേട്ടോ. 3/4 മണിക്കൂർ ലേറ്റൊക്കെ അവിടെ വെച്ചങ്ങ് പോവും. We are all passengers. अरे मेरी जगह है, मैं मेरी जगह ये 1 मिनट ये तुम्हारा जगह है, ये नंबर तुम्हारा है. तुम्हारा नंबर है. Sorry. What is your number?
is your number? What is your अरे number? आप You go. Hey, hello. You tell her. Go to her number. मेरे को उनका सीट नंबर कौन सा है देखो। कौन सा मैडम? ये वाला हाँ, जाओ। तो कैसे ले आपका जवाब करते हैं? वो इधर बैठ फिर सकता भी है। हमको Sorry, अभी हम सो रहे हैं. We are taking rest here. No, she must. Sorry, I'm a patient. This is the I'm a patient. तो See, आपकी सीट पीछे की है, वहाँ जाओ ना Sir, 22 hours to 6 hours the railway sleeping room. I know, sir. I know, yaar. I am also central government servant. हाँ. तो कैसे I बोल also सकते हो know मुझे it. नहीं बैठ सकते But करके? बराबर है अरे sir, ब- आप ही बोल see, रहे हैं, आप she ही doing बोल रहे हैं। intentionally. One वही statement, समय तो one देखो। statement you have to correct it. Why you have come? No. I am not एक come to now. कंप्लेंट के लिए वो मैं गलत नहीं हो गया, बोला, तो बात मैं ही क्या तो नहीं बोला? है। हाँ. तबीयत बराबर नहीं है तो सर गाड़ी का अंदर आया तो कैसे प्रॉब्लम सॉल्व हो जाता है वो आप अंडरस्टैंड कर लीजिए one minute, क्योंकि अभी- क्योंकि I'm- मैडम मैडम थोड़ा सुनिए सर I am a serious citizen. यस 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 आई अंडरस्टैंड बट Then व्हाट आई एम she has to cooperate with us. अरे हाउ मच? One minute. What? One minute. One minute. ये मेरा नंबर है उसका, इसको इधर बैठने को बोलो, ये मेरा नंबर है, मैं मुझको नंबर बैठने को बोलो। सुनिए, अप्पल वाला नीचे बैठ सकता है सर बैठ सकता है, अभी उसको सोने का है, क्या करने वाला है? Only on daytime. Only on daytime. ओनली डे टाइम हो गया? After 7 p.m. no. नो नो 10 o'clock तक No, no, I want to take rest in the afternoon. Sir, you can search it to the Google railway sleeping room. You can ask any person. भैया तो क्यों रिजर्वेशन रहता है? क्यों रिजर्वेशन रहता है? मैडम ये लो, one kills, मैडम। क्या करो? वो बोलो। मैडम बैठने ही बोलता, मैडम बैठने ही बोलता, वो क्या कर रही उनके है? सीट पे उनको बैठने दो। वो कैसे बैठेगा क्यों ऊपर? नहीं बैठते? वो आप एक काम कर लीजिए। ये काम कर क्या बोल रहे क्यों हैं? नहीं बैठते? वो झगड़ा कर रहे हो, झगड़ा करने लेके। झगड़ा करने का है। हाँ। उसको झगड़ा करने का है और उतना- दूसरा कहीं नहीं छोड़ दो। हाँ, उसको अभी एक झगड़ा मिनट, करने एक का मिनट। है। मैं कंप्लेंट क्लोज नहीं हाँ. करूंगी, इनके एहसान मुझे नहीं चाहिए। हाँ. मैं कंप्लेंट क्लोज नहीं करूंगी। No, if you want to give a complaint, you give it. Give it. I have no problem. हाँ। सर मैं कंप्लेंट नहीं दे रहा है हाँ ये 14-16 पर्सन है वो ऊपर अभी बैठने को नहीं होता है मेरे को बैठने का नीचे वो बोल रहा है वो मैं क्या बोल रही हूँ? ये- सुबह से इधर ही बैठे हैं उनके हस्बैंड दोपहर नहीं को हम सब सोने लोग का उधर था। जाके अरे बैठे। भैया, given lot of बैठने दिया कि cooperative- नहीं दिया आपको दो दो लोगों को मैंने बैठने हाँ? दिया है यहाँ पर। ये हमारी सीट पे हम बैठे तुम क्यों ए, बैठे थे? अजय जी, आपके nobody सीट पे doing आके any बैठे। obligation. आपके सीट पे आपके आप बैठे पढ़े थे, लिखे आप हैं ना सर? क्यों गूगल बैठे? करो। तुम पढ़े लिखे है ना? गूगल करो, गूगल करो। I know everything. पढ़े लिखे हैं, प्लीज गूगल करो, हाँ, गूगल करो। हम भी पढ़े लिखे हैं। हाँ, गूगल करो सर, गूगल करो। थोड़ा हाँ। तो दिमाग यूज करो। नहीं नहीं, एक काम करो, वो सो जाओ उधर, चलो तुम भी जरा हो जाओ, चलो क्लोज द बेटर, छोड़ो आप ले जाओ अपने लोगों को बेटर है। क्या? नहीं जाते हैं। I have not come. I have not come to your house. This is not your seat. हाँ. It is not your seat, this is your seat. सच में पढ़े लिखे हैं। ए, बकलेस लेडी, सर, मुझे नहीं पता। मैं देख लीजिए। अभी सब तुम इधर बैठे इसलिए के मैं बोल रहा हूँ समझ में आ कि रहा है। रात ये 2 आदमी रहता है ना എൻ്റെ പൊന്നെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഒടുക്കത്തെ അടിയായിരുന്നു ഈ മറാഠികൾ എന്ന് പറയുന്ന ഇത്രയും കച്ചറകളാണെന്ന് ഇത് വിചാരിച്ചില്ല ആ സംഭവം എന്ന് വെച്ചാൽ ഒരു ചേച്ചി പുള്ളിക്കാരി മലയാളിയാണ് ഹാഫ് മലയാളിയാണ് അപ്പോൾ പുള്ളിക്കാരി ഇതേപോലെ അവർക്ക് അവരുടെ അപ്പർ ബർത്ത് അപ്പം ഡേ ടൈമിൽ അവർക്ക് താഴെ ഇരിക്കണമല്ലോ അപ്പോൾ ഇവർ താഴത്തെ ലോവർ ബർത്തിൽ ഒരു പുള്ളിക്കാരി അവർക്ക് വയ്യാന്നും പറഞ്ഞുകൊണ്ട് അവർ കിടക്കുക രാവിലെ തൊട്ട് പുള്ളിക്കാരി ആദ്യം കംപ്ലയിൻറ്റ് ചെയ്തു രക്ഷയില്ല കംപ്ലയിൻറ്റ് ടി ടി പറഞ്ഞിട്ട് ഇവർ മാറിയില്ല ലാസ്റ്റ് ഇപ്പോഴും കംപ്ലയിൻറ്റ് ടി ടി വന്ന് പറഞ്ഞിട്ട് മാറിയില്ല അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഈ ലോവർ ബർത്തിൽ കിടക്കുന്ന ആൾക്കാർ അവരുടെ വേറെ ഗ്രൂപ്പുണ്ട് അപ്പോൾ എൻ്റെ അപ്പുറത്തിരുന്ന ആൾക്കാർ ഇവരെല്ലാവരും കൂടെ അങ്ങ് ടെമ്പർ തെറ്റി അങ്ങ് നീ ആരാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുമാതിരി ടി ടിയെ കൈയേറ്റം ചെയ്യുന്ന രീതിയിലും പിന്നെ മറ്റേ പുള്ളിക്കാരിയും കൈയേറ്റം ചെയ്യുന്ന രീതിയിൽ ഒരുമാതിരി വൃത്തികെട്ട വർത്തമാനം ഈ ഒരു തറ ആൾക്കാർ പറയത്തില്ല അതേപോലത്തെ ഒരു കൾച്ചറും ഇല്ലാത്ത വൃത്തികെട്ടവന്മാരാണ് നിൽക്കുമ്പോൾ മനസ്സിലായി മറാഠികൾ ഒരു മര്യാദയില്ലാത്ത ആൾക്കാരാണ് അയാൾ ആ ഒരു പ്രായമുള്ളൊരു മനുഷ്യനുണ്ട് അയാൾക്കാണ് ഏറ്റവും വലിയ സോക്കേട് അയാൾ പറയും ഞാൻ ഗവൺമെൻറ് സർവീസാണെന്നോ ഇതാ മറ്റേ മറിച്ചാന്നും പറഞ്ഞുകൊണ്ട് ടി ടി എടുത്ത് പോയി വലിയ ആൾ കളിക്കുന്നത് നീ പറഞ്ഞിടത്ത് നിൽക്കണമെന്ന് ഞങ്ങൾ കാശ് തന്നിട്ടാണ് അതേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടിയും മേളവും എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വരുമ്പോൾ ഇടപെടാൻ പോരുത് ദൈവത്തെ ഓർത്ത് ഇടപെട്ടാൽ നമുക്കും കൂടെ പണി കിട്ടും മിണ്ടാതിരിക്കുക കാണുക അത്രേ ഉള്ളൂ ഇടപെട്ടാൽ നമ്മൾ ലാസ്റ്റ് ഒറ്റപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇടപെടാൻ പോയില്ല ഇതിനാ വെറുതെ ഇടപെടാൻ പോകുന്നത് കാര്യം നൈസായിട്ട് പറഞ്ഞ് സോൾവ് ചെയ്യണം ഓക്കെ ഞങ്ങൾ മാറിയിരിക്കാമെന്ന് പറഞ്ഞാൽ പോരെ ഇത് കംപ്ലയിൻറ്റ് കൊടുത്ത ആളെ ഒരുമാതിരി കൈയേറ്റം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ് ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി വൃത്തികെട്ട ആൾക്കാർ എനിക്കറിയത്തില്ലെന്നോ എല്ലാം പ്രായമായ ആൾക്കാരാണ് പ്രായമായാലും ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവമാണ് ചിലർക്കറിയോ എല്ലാവരും അല്ല ചിലവർക്ക് അതാണിപ്പോൾ കണ്ടത് നിങ്ങൾ
നമ്മളിപ്പോൾ മംഗലാപുരം ജംഗ്ഷൻ ഔട്ടർ വന്നിരിക്കുകയാണ്. ഈ പോകുന്ന നമ്മുടെ മുരുടേശ്വർ SMVT ബംഗളൂരു എക്സ്പ്രസ് ആണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മുടെ വണ്ടി ക്രോസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി ഇവിടെ പിടിച്ചാണ്. ഓൺ ടൈം വന്നതാണ്, പക്ഷേ ഇവിടെ ഔട്ടറിൽ പിടിച്ചപ്പോഴേക്ക് ലേറ്റായി. വലിയ ഡിലേ ഇല്ലാതെ നമ്മളങ്ങനെ മംഗലാപുരം ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് 8:10 അന്ത്യോദയം വിടും. അന്ത്യോദയം അപ്പോൾ 8:10 മുമ്പ് ഇത് എടുക്കുമോ ഇല്ലത് അറിയത്തില്ല. കഴിഞ്ഞ ഞാൻ വന്നപ്പോൾ ഇതേപോലെ എടുത്തില്ലായിരുന്നു, താമസിച്ചാണ് എടുത്തത്. കുറേ നേരം പിടിച്ചിട്ട്. അന്ത്യോദയുടെ പ്ലാറ്റ്ഫോം 3 കിടപ്പുണ്ട്, നമ്മളെ പ്ലാറ്റ്ഫോം 2. നമ്മുടെ വണ്ടി നല്ല തിരക്കുണ്ട്, കാരണം നാളെ മൺഡേ ആയതുകൊണ്ട് മൺഡേ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ നമ്മുടെ വണ്ടി കയറുന്നുണ്ട്. പൂർണ്ണ ഇപ്പോൾ കണ്ണൂർ എത്താറായി. നമ്മൾ ഒരുപാട് ഈ ഭാഗത്ത് വീഡിയോ എടുത്തിട്ടുള്ളതുകൊണ്ടാണ് എടുക്കാത്തത്. അത് ഈ സെയിം വണ്ടിക്ക് തന്നെ കണ്ണൂർ എത്താറായി. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇത് കിടക്കുന്നില്ല, കാരണം വെളുപ്പിനെ എറണാകുളം ടൗണിലാണ് ഇറങ്ങുന്നത്. ഒരു 2-3 മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും. 2 മണിയാണ് സമയം, പക്ഷേ ഇത് 3 മണിക്ക് എത്താറുള്ളത്. അറിയത്തില്ല എപ്പോഴാണ് എത്തുന്നത്, കാരണം ട്രിവാൻഡ്രം ഡിവിഷനിൽ കയറുമ്പോൾ ലേറ്റ് ആവും. സമയം രാത്രി 10 മണിയായി. നമ്മളങ്ങനെ തലശ്ശേരി എത്തിയിരിക്കുകയാണ്. വണ്ടി ഒരു അരമണിക്കൂർ അടുപ്പിച്ച് ഡിലേ ഉള്ളൂ. മലബാറുകാർക്ക് രാവിലെയൊക്കെ എറണാകുളം എത്തണമെങ്കിൽ വെളുപ്പിനെ എറണാകുളം എത്തണമെങ്കിൽ യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ് ഈ പൂർണ്ണ. ഒരുപാട് ആൾക്കാർ, എസ്പെഷ്യലി പഠിക്കുന്ന ആൾക്കാർ, ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ പൂർണ്ണ യൂസ് ചെയ്യും, കാരണം നല്ല ടൈമിംഗ് അല്ലേ. അപ്പോൾ സമയം ഇപ്പം വെളുപ്പിന് 2:25. നമ്മൾ ആലുവ കഴിഞ്ഞു. അരമണിക്കൂർ ലേറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ വണ്ടി. നോർമലി ഒരു അരമണിക്കൂർ ലേറ്റ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ എറണാകുളം ടൗണാണ് ഇറങ്ങുന്നത്. ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി, എന്നാലും ഉറക്കം റെഡിയായില്ല. വെളുപ്പത്തെ സമയമില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്ന സമയമില്ല, അതാണൊരു പ്രശ്നം. ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് ആലുവയൊക്കെ ആയപ്പോൾ ഇറങ്ങി, തൃശ്ശൂർ ആലുവയൊക്കെ ആയപ്പോൾ ഇറങ്ങി, കാലിയായി. നമ്മളെ ഒരു വലിയൊരു യാത്രയായിരുന്നു, നോൺ സ്റ്റോപ്പ് യാത്രകൾ 2 ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ, ഈ യാത്രയിൽ ഇഷ്ടപ്പെട്ട വീഡിയോ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്, എല്ലാ വണ്ടിയും കൊണ്ട് എടപ്പള്ളി ചവിട്ടും. എന്താ വാന്നൊരു പിടുത്തവും ഇല്ല, മുന്നിൽ ഒരു വണ്ടിയില്ല, ഒരു കുന്തവും ഇല്ല. എനിക്കറിയില്ല എന്തോ, അതെല്ലാ വണ്ടി എടപ്പള്ളി ചവിട്ടും. എന്നിട്ട് ഒരു 2 മുതൽ 5 മിനിറ്റ് വരെ എടുക്കും. ഇത് തന്നെ പരിപാടി, എപ്പോൾ വന്നാലും ഇതാണ് അവസ്ഥ. അങ്ങനെ കേരളത്തിൻ്റെ ഏക ഡീസൽ ട്രെയിനായ പൂനെ എറണാകുളം പൂർണ്ണ എക്സ്പ്രസ്സിന് നമ്മൾ എറണാകുളത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു വലിയ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. എറണാകുളം ജംഗ്ഷനിൽ വണ്ടി ടെർമിനേറ്റ് ചെയ്യും, അവിടെ ഓൺ ടൈം എത്തും.